Hi everyone, welcome to Learn with Basil Neelamra. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CMA ഇന്റർമീഡിയറ്റിന്റെ സിലബസിൽ വരുന്നതും അതേപോലെ തന്നെ CA ഇന്റർമീഡിയറ്റിന്റെ സിലബസിൽ വരുന്ന ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കി വിടുകയും ചെയ്യണം. ഈ ചാനലിൽ CMA ഫൈനലിന്റെ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ക്ലാസ്സും അതേപോലെ തന്നെ വാല്യുവേഷന്റെ ക്ലാസ്സുകളും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ CMA ഇന്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷവും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെയും അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് CMA ഫൈനലിൽ വരുന്ന കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലോക്ക്ഡൌൺ തീർന്നാലും ഇത് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെയും അതേപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ചാനലായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതും CMA ഫൈനലിന്റെ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട ടോപ്പിക്സും കൂടെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് നിങ്ങളുടെ CMA ഇന്ററിന് മാത്രമല്ല നിങ്ങളുടെ CMA ഫൈനലിനും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോ അതിനു വേണ്ടിയിട്ട് ഞാൻ എപ്പോഴാണോ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് അത് കറക്റ്റ് സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കിയിടുകയും ചെയ്യുക. അപ്പൊ ബൈബാക്ക് ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്ലാസ് ആണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ബൈബാക്ക് ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ആസ്പെക്റ്റും അതേപോലെ തന്നെ ഇതുമായി ലീഗൽ ആസ്പെക്റ്റും കാര്യങ്ങളാണ്. എങ്ങനെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് നടത്തേണ്ടത്, എന്താണ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിന്റെ അക്കൗണ്ടിങ് എൻട്രീസ് എന്താണ്. ബൈബാക്ക് ഓഫ് ഷെയർസ് നിങ്ങളുടെ CMA ഇന്റർമീഡിയറ്റില് ലോല് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ആ ബൈബാക്ക് ഓഫ് ഷെയർസിന്റെ നോട്ട്സ് ലോഡ് ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത സാറിന്റെ ക്ലാസിന്റെ നോട്ട്സോ വായിക്കണം. ബൈബാക്ക് ഓഫ് ഷെയർസ് ലോലും ചോദിക്കാറുണ്ട്. ആ ലീഗൽ ആസ്പെക്റ്റുകൾ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ലീഗൽ ആസ്പെക്ട് ഇൻഫാക്ട് നിങ്ങളുടെ CMAയുടെ അക്കൗണ്ടിങ്ങിന്റെ ഇന്ററിന്റെ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ വായിക്കണം. ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രോബ്ലമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ലോയുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിക്കുക, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ CMAയുടെ ഇന്ററിന്റെ അക്കൗണ്ടിങ്ങിലെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ആ ലോല് വരുന്ന പോർഷൻസ് വീണ്ടും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് വായിക്കുക. ഓൾറെഡി ലോല് പഠിച്ചത് കാരണം ഞാനത് വീണ്ടും നിങ്ങളെ പഠിപ്പിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ ബൈബാക്ക് ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ബൈബാക്ക് ഓഫ് ഷെയർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ്സ് മീനിങ്? മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് ഷെയർ തിരിച്ചു വാങ്ങിക്കുകയാണ്. എന്തിനാണ് കമ്പനി അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് തിരിച്ചു വാങ്ങിക്കുന്നത്? പലപ്പോഴും പ്രൊമോട്ടേഴ്സ് കമ്പനി അവർക്ക് തിരിച്ച് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് തിരിച്ച് എന്ത് വാങ്ങിക്കും? ഷെയർ വാങ്ങിക്കും. പക്ഷെ ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ബൈബാക്ക് ഷെയർ വാങ്ങിച്ചാൽ മാത്രം പോരാ, നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് റെഡ്യൂസ് ചെയ്യണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബാക്ക് ചെയ്ത ഷെയർസ് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ബാക്ക് ഷെയർസ് ഫ്രോം ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് thereby reducing the number of shares outstanding. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് കുറക്കാനാണ് അധികം ബൈബാക്ക് എന്ന് പറയുന്ന ഈ മെക്കാനിസം കമ്പനീസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എന്തൊക്കെയാണ് ബൈബാക്കുമായി ബന്ധപ്പെട്ട കംപ്ലൈൻസ്, എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം? സെക്ഷൻ 68 കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 68 പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എ കമ്പനി മേ ബൈ ബാക്ക് ഇറ്റ് ഷെയർസ് ഫ്രം ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം ഓർ പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് എനി ഷെയർസ്. അപ്പൊ ബൈബാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നമ്മൾ ഷെയർ തിരിച്ചു വാങ്ങിക്കുകയാണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് തിരിച്ച് ഷെയർ വാങ്ങിക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കേണ്ടി വരും? ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പൊ ക്യാഷ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ ഏത് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് ബൈബാക്ക് ചെയ്യാൻ പറ്റുക? ഒന്ന്, ഫ്രീ റിസർവ്സ് യൂസ് ചെയ്യാം. രണ്ട്, എന്താണ് ഫ്രീ റിസർവ്സ്? ഫ്രീ റിസർവ്സ് എന്താന്നുള്ളത് ഞാൻ ഓൾറെഡി എന്റെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഈ ഫ്രീ റിസർവ്സ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ ബോണസ് ഇഷ്യൂയുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ഐബാർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, ബോണസ് ഇഷ്യൂയുടെ ക്ലാസിന്റെ ലിങ്കിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്ന പ്രൊസീഡ്സ്, വേറെ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടും, ആ ക്യാഷ് യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈബാക്ക് ചെയ്യാൻ പറ്റും.
However, proceeds of an earlier issue of the same kind of share should not be utilized. എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഷെയർ മുൻപ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അപ്പൊ കുറച്ച് പ്രൊസീഡ്സ് ഉണ്ടെങ്കിൽ, അപ്പൊ കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് സെയിം ടൈപ്പ് ഓഫ് ഷെയർസിന്റെ ഏർലിയർ ഇഷ്യൂന്ന് കിട്ടിയ പ്രൊസീഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. പ്രോബ്ലം ഈ പാർട്ട് 1 നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നില്ല, കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് എൻട്രിയും അതേപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും. പ്രോബ്ലംസ് അടുത്ത പാർട്ടിൽ ഞാൻ ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര എന്നുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ചെയ്യുക. ഓൾ ഷെയർസ് ഫോർ ദി ബൈബാക്ക് ഷുഡ് ബി ഫുള്ളി പെയ്ഡ് അപ്പ്. ഇത് ബോണസ് ഇഷ്യൂലുമുള്ള സെയിം കണ്ടീഷൻ ആയിരുന്നു. ബോണസ് ഇഷ്യൂ നടത്തുന്നുണ്ടെങ്കിലും ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആയിരിക്കണം. നെക്സ്റ്റ് സെക്ഷൻ 68 അടുത്ത പറയുന്നത് എത്രയാണ് ബൈബാക്ക് നടത്തുന്നത്. ഒരിക്കലും 100% നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ക്വാണ്ടം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട്. എത്ര ക്വാണ്ടിറ്റി ഓഫ് നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റും, അതാണ് സെക്ഷൻ 68 പറയുന്ന അടുത്ത പോയിന്റ്. മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ടു ബി ബോട്ട് ബാക്ക് ഈസ് ദി ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് 3 ടെസ്റ്റ്. പിന്നെ ഒരു 3 ടെസ്റ്റ് പറയുന്നുണ്ട്, ഒരു 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ 3 കണ്ടീഷൻസിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ വരുന്നത് അത്രയും നമ്പർ ഓഫ് ഷെയർസേ പെർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 100% ഷെയർ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന 3 ടെസ്റ്റിലെ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഏതാണോ വരുന്നത് അത്രയും നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 3 ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്, രണ്ടാമത്തത് റിസോഴ്സ് ടെസ്റ്റ്, മൂന്നാമത്തത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റുകൾ എന്തെല്ലാം എന്ന് നോക്കാം. ആദ്യത്തത് ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് ആണ്. എന്താണ് ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്? നമ്മൾ എന്താ പഠിക്കുന്നത്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ബൈബാക്ക് ചെയ്യാം. അപ്പൊ ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് എലിജിബിൾ ഫോർ ബൈബാക്ക് ഈക്വൽ ടു 25% ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ്. എത്ര നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ അതിന്റെ 25% നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്യാം. ഇത് ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ആ പറയുന്നത്. അടുത്ത 2 ടെസ്റ്റും കൂടി ഉണ്ട്. ആ 2 ടെസ്റ്റിൽ വരുന്ന നമ്പറിലെ ഏറ്റവും ലീസ്റ്റ് മാത്രമേ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് പറയുന്നത് 25% ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ്. സെക്കൻഡ് പറയുന്നത് റിസോഴ്സ് ടെസ്റ്റ് ആണ്. റിസോഴ്സ് ടെസ്റ്റിൽ പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് എലിജിബിൾ ഫോർ ബൈബാക്ക്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ബൈബാക്ക് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ടെസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് എത്ര ബൈബാക്ക് ചെയ്യാം, 25% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ബൈബാക്ക് പ്രൈസ്. ബൈബാക്ക് പ്രൈസ് കമ്പനി ഫിക്സ് ചെയ്യും, അപ്പൊ അതിനോട് ഡിവൈഡ് ചെയ്യണം. എന്ത് ഡിവൈഡ് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ 25%. എന്തായി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്? നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ എക്വിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഐറ്റാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റ് ആണ്, അപ്പൊ നിങ്ങൾ റുപ്പീസിലാണ് കാണിക്കുക. അപ്പൊ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്? ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്, അതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇപ്പൊ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഷെയർ ക്യാപിറ്റലിന്റെ റുപ്പീസ് എടുക്കുക, അതിന്റെ കൂടെ ഫ്രീ റിസർവ്സ് ആഡ് ചെയ്യുക. ഇത് രണ്ടും കിട്ടുന്ന റുപ്പീസ് ഡിവൈഡഡ് ബൈ ബൈബാക്ക് പ്രൈസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. ഒന്നെങ്കിൽ അതല്ലെങ്കിൽ തൊട്ട് മുമ്പ് പഠിച്ച 25% ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് വിച്ച് എവർ ഇസ് ലോവർ, ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ കണ്ടോ ഫ്രീ റിസർവ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഫ്രീ റിസർവ്സ് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ബോണസ് ഇഷ്യൂടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബോണസ് ഇഷ്യൂടെ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ഐബാർ ബട്ടൺ തൊട്ട് മുമ്പ് പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോണസ് ഇഷ്യൂവിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റിസോഴ്സ് ടെസ്റ്റിൽ എന്തൊക്കെയാണ് ഫ്രീ റിസർവ്സ്? ബോണസ് ഇഷ്യൂവിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും ഏറെക്കുറെ വരുന്നത്. ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്യൂരിറ്റി പ്രീമിയം പ്ലസ് ജനറൽ റിസർവ് പ്ലസ് റവന്യൂ റിസർവ് ആൻഡ് പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? അത് ബോണസ് ഇഷ്യൂടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങില് ബാലൻസ് ഷീറ്റിൽ പലപ്പോഴും ലയബിലിറ്റി സൈഡിൽ P&L എന്ന് പറഞ്ഞൊരു ഐറ്റം കാണും. പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, റിട്ടയർമെന്റിന്റെ സമയത്ത്, ഡെത്തിന്റെ സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയും അല്ലെങ്കിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. ആ സമയത്ത് നിങ്ങൾ ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യനിൽ തന്ന ബാലൻസ് ഷീറ്റിൽ പലപ്പോഴും ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവാറുണ്ട്. എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? നിങ്ങൾക്ക് തന്നെ അറിയാം. ലയബിലിറ്റി സൈഡ് ആണെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. സോൾ പ്രൊപ്പറൈറ്റർഷിപ്പിലും പാർട്ണർഷിപ്പിലും ഒക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് പണ്ട് +1 +2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സോൾ പ്രൊപ്പറൈറ്റർ ആണെങ്കിൽ +1 സിലബസ് ആണ്.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടിട്ട് അതിന് താഴത്ത് നമ്മളൊരു ലൈന് ബ്രാക്കറ്റിൽ എഴുതാറുണ്ട്, എമൗണ്ട് ട്രാൻസ്ഫർ ടു പ്രൊപ്രൈറ്റേഴ്സ് ക്യാപിറ്റൽ. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ തരുന്ന P&L പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് P&L കണ്ടുപിടിക്കുന്നത് എമൗണ്ട് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തും ബാലൻസ് ഉള്ളത് ബാലൻസ് ഷീറ്റിൽ കാണിക്കാറുണ്ട്. അതാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അസറ്റ് സൈഡിലാണെങ്കിൽ ഇത് അക്യുമുലേറ്റഡ് ലോസും ലയബിലിറ്റി സൈഡിലാണെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ആണ്. ഇത് കമ്പനീസിൽ വരുമ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ്. ഇത് ഓൾറെഡി ബോണസ് ഇഷ്യൂവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Revaluation reserve or any other specific reserve do not constitute free reserve. ഇതും ബോണസ് ഇഷ്യൂവിൽ നമ്മൾ പഠിച്ചതാണ്. റീവാലുവേഷൻ റിസർവ് എന്തല്ല, ഫ്രീ റിസർവ് അല്ല. ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു, 3 ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ടെസ്റ്റിൽ നമ്മൾ പഠിച്ചത് 25% ഓഫ് ടോട്ടൽ ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ്. രണ്ടാമത്തെ ടെസ്റ്റ് നമ്മൾ പഠിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ, നമ്മൾ പഠിച്ചത് ഷെയർ ഹോൾഡേഴ്സ് 25% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ബൈബാക്ക് പ്രൈസ് ആണ്. ഇനി ഒരു റേഷ്യോ കൂടി ഉണ്ട്, ഒരു ടെസ്റ്റും കൂടി ഉണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് പറയുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടു ബി മെയിൻറ്റെയിൻഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ബൈബാക്ക് ഓഫ് ഷെയർ ഷാൽ ബി അറ്റ്ലീസ്റ്റ് 2:1. ദാറ്റ് ഈസ് മിനിമം ഇക്വിറ്റി ടു മെയിൻറ്റെയിൻ ആഫ്റ്റർ ബൈബാക്ക് ഈസ് എ റേഷ്യോ ഓഫ് 2:1. ഇപ്പൊ ബൈബാക്കിന് ശേഷം 2:1 ഡെപ്റ്റ് ഇക്വിറ്റി വേണം എന്ന് പറഞ്ഞാൽ 2 ഷെയർ ഉണ്ടാകുമ്പോൾ ഒരു ഡെപ്റ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ 2:1. ഇതിൽ ഏതാണോ ലോവസ്റ്റ് അതാണ് നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് എടുക്കേണ്ടത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇക്വിറ്റി 100 lakhs ഉണ്ട്, ഡെപ്റ്റ് 150 lakhs ഉണ്ട്. അപ്പൊ ആഫ്റ്റർ ദ ബൈബാക്ക് കമ്പനി ഷുഡ് മെയിൻറ്റെയിൻ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഓഫ് 2:1 എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻ 150 into 1/2, 75 lakhs ഇക്വിറ്റി. മാക്സിമം ഇക്വിറ്റി അപ്പൊ നമുക്ക് 100 minus 75, 25 lakhs പറ്റുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മൂവിംഗ് ഫോർവേഡ്, കംപ്ലൈന്റ്സ് ഫോർ ബൈബാക്കിന്റെ ഇനിയും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ചത്, ഇനിയും പഠിക്കുന്നത് സെക്ഷൻ 69 ആണ്. When a company purchase its own shares out of free reserve, a sum equal to the nominal value of shares so purchase should be transferred to capital redemption reserve. അപ്പോൾ എത്രയാണോ നിങ്ങൾ ബൈബാക്ക് ചെയ്യുന്നത് ആ ബൈബാക്ക് ചെയ്യുന്നതിന്റെ തുല്യമായിട്ടുള്ള ആ ഷെയർസിന്റെ നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണോ ബൈബാക്ക് ചെയ്യുന്ന ഷെയർസിന്റെ ഫേസ് വാല്യൂ അത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ബൈബാക്ക് ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ്. എന്തൊക്കെയാണ് ഇതിന്റെ അക്കൗണ്ടിംഗ് ജേർണൽ എൻട്രീസ്? ഒന്ന്, ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കുറയുന്നു, ഷെയർ ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഇപ്പൊ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കണം ടു ബാങ്ക് അക്കൗണ്ട്. പാറിലാണ് ബൈ ചെയ്യുന്നത്. ഇനി ഈ ബാങ്കിൽ ക്യാഷ് കൊടുക്കാൻ ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ഫണ്ട് യൂസ് ചെയ്യാം? അത് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യുന്നു, ജനറൽ റിസർവ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നു, ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഇതെന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബൈബാക്ക് ചെയ്യുന്ന ഷെയർസിന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ക്രെഡിറ്റ് ചെയ്യണം. ഈ നോമിനൽ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ഫണ്ട് യൂസ് ചെയ്യാം? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആണ് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. ബാലൻസ് വല്ലതും പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ അത് ജനറൽ റിസർവ് അക്കൗണ്ട് എന്ന് യൂസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ചെയ്യുക. നോട്ട്, ഫസ്റ്റ് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആണ് ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ടും വേറെ ഫണ്ട് തികയുന്നില്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം. നെക്സ്റ്റ്, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ബൈബാക്ക് ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. തൊട്ട് മുമ്പ് പഠിച്ചത് പാറലാണ്. ഫസ്റ്റ് പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കുറയുന്നു, ഷെയർ ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കുന്നു, ക്യാഷ് കൊടുക്കുമ്പോൾ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യണം. പക്ഷെ പ്രീമിയത്തിലാണ്, പ്രീമിയം എന്ന് പറഞ്ഞാൽ കമ്പനി 10 രൂപക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 15 rupeesനാണ് ഷെയർ ഹോൾഡേഴ്സ്ക്ക് തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ പ്രീമിയത്തിലാണ് തിരിച്ചു കൊടുക്കുന്നത്.
പ്രീമിയം കമ്പനിനെ സംബന്ധിച്ചിടത്തോളം എക്സസ് അങ്ങോട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണ്, ഒരു എക്സ്പെൻസ് പോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു പ്രീമിയം ഓൺ ബൈബാക്ക്. ഇനി പ്രീമിയം ഓൺ ബൈബാക്ക് നമുക്ക് ഫണ്ട് ചെയ്യണം. എവിടുന്നാണ് ഫണ്ട് ചെയ്യുന്നത്? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്നും അതേപോലെ തന്നെ ജനറൽ റിസർവും യൂസ് ചെയ്തിട്ടാണ് ഇത് ഫണ്ട് ചെയ്യുന്നത്. വീണ്ടും സെയിം നോട്ട് തന്നെയാണ്. ആദ്യം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യണം, എന്നിട്ടും ഫണ്ട് തികയുന്നില്ലെങ്കിലാണ് ജനറൽ റിസർവ് അക്കൗണ്ട് യൂസ് ചെയ്യേണ്ടത്. ഇനി അത് കൂടാതെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് എപ്പോഴൊക്കെയാണോ നിങ്ങൾ ബൈബാക്ക് ചെയ്യുന്നത് അപ്പോഴെല്ലാം ബൈബാക്ക് ചെയ്ത ഷെയർസിന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂക്ക് തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? എവിടുന്നാണ് ഈ ഫേസ് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്നും അതോടൊപ്പം തന്നെ ജനറൽ റിസർവ് അക്കൗണ്ട് എന്നും. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്. പിന്നീട് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലെ എമൗണ്ട് തികഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുന്ന് യൂസ് ചെയ്യാം? ജനറൽ റിസർവ് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ബൈബാക്ക് ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. പാർ അക്കൗണ്ട് ബൈബാക്ക് ഓഫ് ഷെയർസ് അറ്റ് പാർ പഠിച്ചു, അറ്റ് പ്രീമിയം പഠിച്ചു. ഇനി പറയുന്നത് ഡിസ്കൗണ്ടിനാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് ബൈബാക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഡിസ്കൗണ്ടിന് ബൈബാക്ക് ചെയ്യുമ്പോൾ 10 റുപ്പീസ് ആണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തിരുന്നത്, അതിലും കുറഞ്ഞ എമൗണ്ടിലാണ് ബൈബാക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കമ്പനി കുറഞ്ഞ എമൗണ്ടിലാണ് ബൈബാക്ക് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി കമ്പനിക്ക് അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് സെയിം ആണ്. ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കുറയും, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കുറയും. ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കണം, അപ്പൊ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇവിടെ നമുക്ക് പ്രോഫിറ്റിലാണ്, നമ്മൾ ഡിസ്കൗണ്ടിലാണ് തിരിച്ചു വാങ്ങിക്കുന്നത്. ഇഷ്യൂ ചെയ്ത് അത്രയൊന്നും തിരിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞ ഒരു പ്രോഫിറ്റ് പോലെയുണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ക്രെഡിറ്റ് ചെയ്യണം. നെക്സ്റ്റ്, ഡിസ്കൗണ്ടിലാണ് വാങ്ങിക്കുന്നെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ബൈബാക്കിന്റെ എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ റിസർവ്? നമ്മൾ ഇവിടെ ഒരു ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ലാഭം സാധാരണഗതിയിൽ നമ്മൾ ലാഭം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാറ്. ഇവിടെ ലാഭം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടല്ല, സെപ്പറേറ്റ് ഒരു റിസർവ് ഉണ്ട്. ആ റിസർവിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ്. ഇപ്പൊ റിസർവ്സിലോട്ട് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ റിസർവ് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെയും ഒരു പ്രോഫിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രെഡിറ്റ് ക്യാപിറ്റൽ റിസർവും ഡെബിറ്റ് ഡിസ്കൗണ്ട് ഓൺ ബൈബാക്ക്. അതോടുകൂടി ഡിസ്കൗണ്ട് ഓൺ ബൈബാക്ക് അക്കൗണ്ട് ക്ലോസ് ആയി. നെക്സ്റ്റ്, നമ്മൾ നേരത്തെ പഠിച്ച അതേ പോയിന്റ്. ഏതാണ് പോയിന്റ്? എപ്പോ ബൈബാക്ക് നടക്കുന്നോ നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ബാക്കിന് ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂക്ക് തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഫസ്റ്റ് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എടുക്കും, എന്നിട്ടും ഫണ്ട് തികഞ്ഞിട്ടില്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് എടുക്കും. ഇത് എല്ലാത്തിനും ബൈബാക്ക് ഓൺ ഷെയർ പാർ ആണെങ്കിലും പ്രീമിയം ആണെങ്കിലും ഡിസ്കൗണ്ട് ആണെങ്കിലും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റ്, ജനറൽ റിസർവ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ഡെറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. എപ്പോഴും ഈ പോയിന്റ് ഓർക്കണം. ബൈബാക്ക് ചെയ്യുമ്പോൾ ബൈബാക്കിന്റെ ഷെയർസ് ബോട്ട് ബാക്ക് ചെയ്ത ഷെയർസിന്റെ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യുന്നെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ബോണസ് ഇഷ്യൂലൊക്കെ പഠിച്ച പോലെ, ബോണസ് ഇഷ്യൂലും പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ളി പെയ്ഡ് ഷെയർസ് മാത്രമേ ബോണസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. സെയിം റൂൾ ഇവിടെയുണ്ട്. ഫുള്ളി പെയ്ഡ് ഷെയർസ് മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പാർട്ട്ലി പെയ്ഡ് ഷെയർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് ആദ്യം ഫുള്ളി പെയ്ഡ് ആക്കണം. അപ്പൊ ഫുള്ളി പെയ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കോൾ ചെയ്യണം. അപ്പൊ പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡ് ആക്കുമ്പോൾ ഫൈനൽ കോൾ ചെയ്യുന്നു. ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ആയി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ക്യാഷ് കിട്ടും. ഇപ്പൊ ക്യാഷ് കിട്ടുമ്പോൾ കോൾ ചെയ്തു, ഷെയർ ഹോൾഡേഴ്സ് ക്യാഷ് തരും. അത് ഫുള്ളി പെയ്ഡ് ആക്കാൻ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ ക്രെഡിറ്റ് ചെയ്തു. അതോടുകൂടി ഇത് ക്ലോസ് ആയി. ഇനി വരുന്ന എൻട്രി ഡിപ്പെൻഡ്സ് അപ്പോൺ ബൈബാക്ക് അറ്റ് പാർ ആണോ, ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട് ആണോ, ബൈബാക്ക് അറ്റ് പ്രീമിയം ആണോ. പാർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എൻട്രി, പ്രീമിയം ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എൻട്രി, ഡിസ്കൗണ്ട് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എൻട്രി. അപ്പോഴും ഒരു എൻട്രി സെയിം ആണ്. ഏത് എൻട്രിയാ നിങ്ങൾ ബൈബാക്ക് ചെയ്യുന്നത്? പാറിലായിക്കോട്ടെ, പ്രീമിയത്തിലായിക്കോട്ടെ, ഡിസ്കൗണ്ടിലായിക്കോട്ടെ, ആൻഡ് എമൗണ്ട് ഈക്വൽ ടു ദ ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്തായിരിക്കും ആ കോമൺ ജേർണൽ എൻട്രി? നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഒരുപാട് സമയമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
ആദ്യം ഷെയർ പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, എന്നിട്ടും തികയുന്നില്ലേ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ക്രെഡിറ്റ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അപ്പോ ഇത്രയുമാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ട ജനറൽ പോയിന്റ്സ്. ഇപ്പൊ നിങ്ങൾ ബൈ ബാക്കിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അക്കൗണ്ടിങ് ആസ്പെക്ട് എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിച്ചു, അക്കൗണ്ടിങ് എൻട്രീസ് പഠിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ബൈ ബാക്ക് ഓഫ് ഷെയർസ് അറ്റ് പാർ ആകുമ്പോഴുള്ള ഒരു ക്വസ്റ്റ്യനും, ബൈ ബാക്ക് ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യനും, ബൈ ബാക്ക് ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യനും, അതോടൊപ്പം തന്നെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഫുള്ളി പെയ്ഡ് ആക്കി ബൈ ബാക്ക് ചെയ്യുമ്പോഴുള്ള എൻട്രീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര എന്നുള്ള ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ കറക്റ്റ് സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ചെയ്യുക. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.